കാർഷിക കടങ്ങൾക്ക് മൊറട്ടോറിയം ഏർപ്പെടുത്തിയ സർക്കാർ നടപടി തട്ടിപ്പാണെന്ന് മനസ്സിലായതോടെ സംസ്ഥാനത്തെ കർഷകർ ഇടത് സർക്കാരിന് എതിരായി. കാർഷിക കടാശ്വാസം തൃശങ്കുവിലായതിന്റെ മനപ്രയാസത്തിലാണ് സർക്കാർ. കർഷക സ്നേഹത്തിന്റെ പുണ്യാളന്മാർ എന്ന് ഭാവിക്കുന്ന ഇടതു സർക്കാർ മൊറട്ടോറിയത്തിന്റെ പേരിൽ കർഷകരെ വഞ്ചിച്ചതായി പരാതി. മൊറട്ടോറിയത്തിന്റെ അപേക്ഷയിൽ കൂടുതൽ വ്യക്തത വേണമെന്ന് പറഞ്ഞ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ തിരികെ കൊടുത്തതോടെയാണ് സർക്കാരിന്റെ കള്ളക്കളി പൊളിഞ്ഞത്. മൊറട്ടോറിയവുമായി ബന്ധപ്പെട്ട് 2018 ഒക്ടോബറിൽ സർക്കാർ ഇറക്കിയ ഉത്തരവ് നിലനിൽക്കുന്നുണ്ടെന്ന് ചീഫ് സെക്രട്ടറി പറഞ്ഞിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കർഷകരുടെ വായ്പ മൊറട്ടോറിയം പ്രഖ്യാപിച്ച് ഉത്തരവിറക്കാനായില്ലെന്ന വാർത്ത തെറ്റിദ്ധാരണാജനകമാണെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. 2018 ഒക്ടോബറിൽ പ്രഖ്യാപിച്ച മൊറട്ടോറിയം 2019 ഒക്ടോബർ 11 വരെ നിലവിലുള്ളതാണെങ്കിൽ എന്തിനാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ തലേന്ന് മന്ത്രിസഭാ യോഗം വിളിച്ചുകൂട്ടി മൊറട്ടോറിയം പ്രഖ്യാപിച്ചത് എന്തിനു വേണ്ടിയെന്ന് ചീഫ് സെക്രട്ടറി വിശദീകരിച്ചില്ല. സത്യവിരുദ്ധമായ വാർത്ത മൂലം കർഷകർ ആശങ്കപ്പെടേണ്ടതില്ലെന്ന സ്ഥിരം പല്ലവിയാണ് ചീഫ് സെക്രട്ടറി ആവർത്തിച്ചത്. ബാങ്കുകൾ ഉൾപ്പെടെയുള്ള വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും സംസ്ഥാനത്തെ കർഷകർ ഏറ്റെടുത്തിട്ടുള്ള ക്ഷീരവികസനവും മൃഗസംരക്ഷണവും ഉൾപ്പെടെയുള്ള കാർഷിക വായ്പകൾ, വിദ്യാഭ്യാസ വായ്പകൾ എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാവിധ വായ്പകളിലുമുള്ള ജപ്തി നടപടികൾക്ക് മൊറട്ടോറിയം അനുവദിച്ച ഉത്തരവാണ് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ സർക്കാർ പുറപ്പെടുവിച്ചതെന്ന് ചീഫ് സെക്രട്ടറി പറയുന്നു. മൊറട്ടോറിയം സംബന്ധിച്ച് ഒരു വെള്ള പേപ്പറിലാണ് ടിക്കാറാം മീണയ്ക്ക് അപേക്ഷ നൽകിയത്. അതാണ് സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത. വെള്ളപ്പേപ്പറിലെ അപേക്ഷ പോരെന്നാണ് ടിക്കാറാം മീണ പറഞ്ഞത്. പുതിയ അപേക്ഷ സമർപ്പിച്ചാൽ തന്നെ ഇലക്ഷൻ കഴിയണമെന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കമ്മീഷന്റെ അനുമതിക്ക് വേണ്ടി ഫയൽ അയക്കാത്തതിനാൽ ചീഫ് സെക്രട്ടറിക്കെതിരെ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. അതിനുശേഷമാണ് ഫയൽ കമ്മീഷൻ അയച്ചത്. മൊറട്ടോറിയം നീട്ടി ഉത്തരവിറക്കാൻ കമ്മീഷനോട് ആവശ്യപ്പെടണമെന്ന് റവന്യൂ മന്ത്രി നിർദ്ദേശിച്ചിരുന്നു. അതിനുള്ള വിരോധം കൊണ്ടാകാം മൊറട്ടോറിയം ഇല്ലാതാക്കിയത്. കർഷകരുടെ വോട്ടാണ് എക്കാലവും ഇടതുപക്ഷത്തെ വിജയിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ വോട്ടിട്ട് ജയിപ്പിക്കുന്നവർക്ക് നേരെ മുഖം തിരിക്കുന്ന നിലപാടാണ് ഇടതുപക്ഷം എക്കാലവും സ്വീകരിച്ചിട്ടുള്ളത്. ഇടതിൽ നിന്ന് ഇല്ലാതാകുന്ന വോട്ടുകൾ എങ്ങോട്ട് മറിയുമെന്നാണ് കണ്ടറിയേണ്ടത്. യഥാർത്ഥത്തിൽ കൃഷിമന്ത്രിയാണ് കേസിലെ പ്രതി. മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്ന പ്രതിപക്ഷ നേതാക്കളുടെ ആവശ്യത്തിൽ പൊടുന്നനെ പ്രതികരിച്ചതാണ് അബദ്ധത്തിന് കാരണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.